ഹലോ ചിൽഡ്രൻ, ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ വ്യത്യസ്ത തരം സീക്വൻസുകളെ കുറിച്ചും അല്ലെങ്കിൽ നമ്പർ പാറ്റേൺസിനെ കുറിച്ചും സംഖ്യാക്രമങ്ങളെ കുറിച്ചും അതിൽ നിന്നുള്ള അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയെ കുറിച്ചും ഒരു സീക്വൻസ് എപ്പോഴാണ് സമാന്തര ശ്രേണിയാവുക, അതായത് ആ സീക്വൻസിൽ ഒരു ശ്രേണിയിൽ ഒരു പൊതുവ്യത്യാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് ആ സീക്വൻസ് ഒരു സമാന്തര ശ്രേണി, ആ സീക്വൻസിനെ നമ്മൾ ഒരു സമാന്തര ശ്രേണി എന്ന് പറയുക എന്നും, പിന്നെ ഈ ഒരു സമാന്തര ശ്രേണിയുടെ ആൽജിബ്രായിക് ഫോം അല്ലെങ്കിൽ ആൾജിബ്ര ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെ ഉണ്ടാക്കാം, ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം ഉണ്ടാക്കും അതും, പിന്നെ ലാസ്റ്റ് ആയിട്ട് സം ഓഫ് മിഡ് ടേം അതെങ്ങനെ കണ്ടെത്താം എന്നുമാണ് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ തുക കാണുന്നത്, സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത്. കൂടാതെ അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്നും ഇതുവരെ വന്നിട്ടുള്ള മാക്സിമം എക്സാം ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യും. നമ്മുടെ ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കുട്ടികളിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പൊ വീഡിയോ എത്ര ലെങ്തി ആയാലും ശ്രദ്ധയോടെ നോട്ടും പേനയും കയ്യിലെടുത്തിട്ട് ശ്രദ്ധിച്ച് ഓരോ പ്രോബ്ലം ഇതിന്റെ കൂടെ തന്നെ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമ്മൾ സമ്മിലേക്ക് പോവുകയാണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ടേം എത്രയെന്ന് ചോദിച്ചാൽ അത് 4 ആണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയെന്ന് ചോദിച്ചാൽ 7ൽ നിന്നും 4 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് 3 എന്ന് കിട്ടും. ഇതിന്റെ ആൾജിബ്രായിക് ഫോം എഴുതാൻ നമ്മളോട് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 3, അതിന്റെ കൂടെ n എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നോക്കുക, ഫസ്റ്റ് ടേമിലേക്ക് കോമൺ ഡിഫറൻസിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ഫസ്റ്റ് ടേം കിട്ടുക എന്ന് നോക്കുക. ഫസ്റ്റ് ടേം 4 ആണ്, കോമൺ ഡിഫറൻസ് 3 ആണ്. കോമൺ ഡിഫറൻസിന്റെ കൂടെ 1 കൂട്ടിച്ചേർത്താൽ നമുക്ക് 4 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ നമ്മളിവിടെ 1 ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി തിരിച്ചാണ്, ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് നിങ്ങളോട് ഇതിന്റെ ഫസ്റ്റ് ടേം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 3ന്റെ കൂടെ 1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം ആയ 4 കിട്ടും. ഇതേ അൾജിബ്രായിക് ഫോം തന്നിട്ട് കോമൺ ഡിഫറൻസ് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, എന്നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ ആയിരിക്കും കോമൺ ഡിഫറൻസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്യാം. അപ്പൊ ഒരു സീക്വൻസിന്റെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ തുക അല്ലെങ്കിൽ സം കാണണമെങ്കിൽ നമുക്ക് പദങ്ങളുടെ എണ്ണം അറിയണം, എത്ര ടേമുകൾ ഉണ്ട് ആ സീക്വൻസിൽ അതറിയണം. അതേപോലെ അതിന്റെ ഫസ്റ്റ് ടേം അറിയണം, ലാസ്റ്റ് ടേം അറിയണം, ആദ്യ പദവും അവസാന പദവും അറിയണം, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് അറിയണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പദങ്ങളുടെ എണ്ണം കണ്ടെത്താൻ പറ്റും. ഇപ്പൊ ഒരു സീക്വൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സീക്വൻസിൽ 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളാണുള്ളത്. ദിസ് ഇസ് എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 to 100. നമ്മളോട് പറയുന്നത് ഫൈൻഡ് ദ സം ഓഫ് ദിസ് സീക്വൻസ്, ഈ ഫൈൻഡ് ദ ടേംസ് ഓഫ് ദി സീക്വൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സീക്വൻസിലെ ടേമുകളുടെ തുക അല്ലെങ്കിൽ സം കാണാൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക, ഈ സീക്വൻസിൽ ഫസ്റ്റ് ടേം ഏതാണ് തന്നിട്ടുണ്ടോ, അപ്പൊ ഫസ്റ്റ് ടേം ഉണ്ട്. ലാസ്റ്റ് ടേം ഏതാണ് തന്നിട്ടുണ്ട്. ആകെ എത്ര പദങ്ങളുണ്ട്, നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ട്, 1 മുതൽ 100 വരെ എന്ന് പറഞ്ഞാൽ 100 എണ്ണം പദങ്ങളുണ്ട് ഇതില്. അപ്പൊ ഇതിന്റെ തുക കാണുവാൻ നമ്മൾ ചെയ്യേണ്ടത്, ഈ ആകെയുള്ള ടേമുകൾ എത്ര ഉണ്ട്, 100 അല്ലെ, 100 അല്ലെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ആദ്യം n/2. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേംസ്, അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. എന്തൊക്കെ, n/2 = xn plus x1. xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര പദങ്ങളുടെ എണ്ണമാണോ ആ പിന്നെ 100ാമത്തെ പദമാണെങ്കിൽ 100 എണ്ണം പദങ്ങളുണ്ടെങ്കിൽ 100ാമത്തെ പദം അതാണ് ഇവിടെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ആകെ പദങ്ങൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ്, ഇതാണ് ഒരു ടേം. ഇങ്ങനെയുള്ള 100 ടേമുകൾ ഉണ്ട്, അതാണ് എത്ര എണ്ണം എന്നുള്ളതാണ് ഈ n ഡിനോട്ട് ചെയ്യുന്നത്.
അപ്പൊ ഇവിടെ 100 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാല് ആ 100ാമത്തെ ടേം എത്രയാണോ, ഏറ്റവും അറ്റത്തെ പദം ലാസ്റ്റ് ടേം എത്രയാണോ അത് 100 തന്നെയാണ്. പ്ലസ് x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ തുക കാണാൻ പറ്റും. അപ്പൊ എത്ര വരിക, 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 101. ഇനി നമുക്ക് ഈ രണ്ടിനെ 100 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 50 വരും. അപ്പൊ എത്ര വരും, 101 ഇൻറ്റു 5 ചെയ്താൽ എത്ര വരും, 5 കൊണ്ട് 101നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര വരിക, എന്നിട്ട് 505 വരും. ഈ 0 ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ നമ്മൾ 1 കൂട്ടണം, 2 കൂട്ടണം, 3 കൂട്ടണം, അങ്ങനെ 100 വരെ കൂട്ടി 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 എണ്ണിയാ നമുക്ക് കിട്ടുന്നത് 5050. 5050 നമുക്ക് ഉത്തരം കിട്ടുക. ഓക്കെ, അപ്പോ ഇതാണ് കൗണ്ടിങ് നമ്പർ, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്നതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് n/2 ഇൻറ്റു xn പ്ലസ് x1. ഓക്കെ, അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ എന്ന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 35-36 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ. കുറെ അരിത്തമെറ്റിക് സീക്വൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 11, 22, 33 എന്ന് തുടങ്ങുന്ന ഒരു സീക്വൻസ് ആണ്. 11, 22, 33 ഇങ്ങനെ തുടങ്ങുന്ന ഈ സീക്വൻസിലെ 25 പദങ്ങളുടെ തുക നമ്മൾ കാണണം. അപ്പൊ നമുക്കറിയാം, തുക കാണാൻ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ടേം അറിയണം, അതേപോലെ ലാസ്റ്റ് ടേം അറിയണം, ലാസ്റ്റ് ടേം അറിയണം. ഇവിടെ നോക്കിയോക്കൂ, ഫസ്റ്റ് ടേം നമുക്കറിയാം 11 ആണ്. 25ാമത്തെ പദം എത്രയാണെന്ന് നമുക്കറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തുക കാണാനുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. Sn = n ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമുക്കറിയാം n എന്ന് പറഞ്ഞാൽ 25 പദങ്ങൾ, അതറിയാം. ഇൻറ്റു എന്താണ്, xn പ്ലസ് x1 ആണ്. ഇവിടുത്തെ xn എന്ന് പറയുന്നത് 25ാമത്തെ പദം എത്രയാണ് നമുക്ക് കാണണം. ആ 25ാമത്തെ പദം അറിയാനാണ് നമ്മൾ n-ാം പദം കണ്ടുപിടിക്കാൻ, nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം. അപ്പൊ നമുക്ക് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയാമെന്നുണ്ടെങ്കിൽ ആൾജിബ്രായിക് ഫോം എഴുതാം. ആൾജിബ്രായിക് ഫോം അറിയാമെന്നുണ്ടെങ്കിൽ എത്രാമത്തെ പദം വേണമെങ്കിലും നമുക്ക് കണ്ടെത്താം. ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ, ഇതിന്റെ സമ്മ് കാണാൻ നമുക്ക് വേണ്ടത് 25 പദങ്ങളുടെ ടേമാണ്, അതിന്റെ തുകയാണ് കാണേണ്ടത് സമ്മ്. അതിന് 25ാമത്തെ ആ ടേം എത്രയാന്ന് അറിയണം. അങ്ങനെ ആ 25ാമത്തെ ടേം അറിയാൻ വേണ്ടിയിട്ടാണ് ആൾജിബ്രായിക് ഫോം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൾജിബ്രായിക് ഫോം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം. ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്, 22ൽ നിന്നും 11 പോയാൽ 11 ആണ് ഇതിന്റെ കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം എത്രയാണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11 ആണ്. ഇനി ആൾജിബ്രായിക് ഫോം ഉണ്ടാക്കുവാൻ xn = കോമൺ ഡിഫറൻസ് ഇവിടെ എടുത്തെഴുതുക, അതിന്റെ കൂടെ n എന്ന് കൂട്ടിച്ചേർക്കുക, പ്ലസ് കോമൺ ഡിഫറൻസിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ഫസ്റ്റ് ടേം കിട്ടുന്നത്. കോമൺ ഡിഫറൻസിന്റെ കൂടെ ഫസ്റ്റ് ടേമും 11 ആണ്. കോമൺ ഡിഫറൻസിന്റെ കൂടെ അപ്പൊ എത്ര കൂട്ടിയാലാണ് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുക, 0 കൂട്ടിയാൽ മതി. അതായത് ഈ സീക്വൻസിന്റെ ആൾജിബ്ര എന്ന് പറയുന്നത് 11n ആണെങ്കിൽ നമുക്ക് 25ാമത്തെ പദം കണ്ടൂടെ. x25 = 11 ഇൻറ്റു 25 ചെയ്താൽ 25ാമത്തെ ആ ടേം എത്രയാണ് നമുക്ക് കിട്ടും. അപ്പൊ നോക്കിയേക്കാം, 25നെ നമുക്ക് 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 25, ഇവിടെ 25 എത്ര വരിക, 200. x25 25ാമത്തെ പദം എന്ന് പറയുന്നത് 275 ആയിരിക്കും. ഇനി എന്ത് ചെയ്താൽ മതി, ഇനി എല്ലാം വളരെ ഈസിയായി. എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷനിലേക്ക് ഈ 275നെ കൂടി കൂട്ടിച്ചേർത്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, 25 പദങ്ങളുടെ തുക നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കത് കണ്ടു നോക്കാം, എത്രയാണ് ഇതിന്റെ തുക വരാന്ന് നോക്കാം.
അപ്പൊ നമ്മൾ ഇനി ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കാണ്. ഈക്വൽ ടു n എന്ന് പറയുന്നത് 25 പദങ്ങളുടെ തുക ഇൻറ്റു xn എന്ന് പറയുന്നത് ആ 25ാമത്തെ പദം നമുക്ക് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് 275 പ്ലസ് 11. അത് ചെയ്തിട്ട് എന്ത് ചെയ്യാ, സമം 25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 275 കൂടി 10 കൂട്ടുക, 285 കൂടി 1 കൂട്ടിയ 286 ഇത് രണ്ടും കൂട്ടിയ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 ഉണ്ട് 286 കട്ട് ചെയ്യാം. 2 2 ഒരു പ്രാവശ്യം, 8 2 4, 6 3. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, 143 ഇൻറ്റു 25 ചെയ്ത് നോക്കാം. 3 5s are 5, 3 5 15, ശിഷ്ടം 1, 4 20, 1 21, 1 ബാക്കി 2, 5 5 2 7, 3 6, 8 22. ചില കുട്ടികൾക്ക് ഇപ്പോഴും ഇത് കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് ഇത് പറഞ്ഞിട്ട് തന്നെ കാണിച്ചെന്ന് ചെയ്തിരുന്നത്. 8ഉം 2ഉം 10, 15 5 ബാക്കി 1. അപ്പോ 3575 ആയിരിക്കും നമുക്ക് ഈ സീക്വൻസിന്റെ ആകെ തുക എന്ന് പറയുന്നത്. ഈസി അല്ലേ? അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൽജിബ്രൈക് ഫോം ഉണ്ടാക്കാൻ അറിഞ്ഞാൽ നമുക്ക് ഈ എൻ ഈക്വൽ ടു n/2 ഇൻറ്റു xn പ്ലസ് x1 എന്നുള്ള ഇക്വേഷനും അറിയാമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യാം, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ പേജ് നമ്പർ 35 36 ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് നമ്മളിപ്പോ ചെയ്തത്. പിന്നെ ഇതിൽ 5ാമത്തതും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ് ചെയ്തിട്ട് ഈ സീക്വൻസിന്റെ സമ്മ് കാണാൻ നിങ്ങൾക്ക് അറിയുമോ എന്ന് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. എന്ത് ചെയ്താൽ മതി, സീക്വൻസ് നോക്കുക. 25 പദമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ സീക്വൻസിന്റെയും 25ാമത്തെ പദം നമ്മൾ കാണണം. ആ 25ാമത്തെ പദം കാണുവാൻ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉപയോഗിച്ചിട്ട് ആൾജിബ്രായിക് ഫോം ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ആൾജിബ്രായിക് ഫോമില് എന്നിന്റെ സ്ഥാനത്ത് ഈ 25 വെച്ചു കൊടുക്കുക. എന്നിട്ട് ചെയ്താൽ നമുക്ക് 25ാമത്തെ ആ ടേം എത്രയാന്ന് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ ഉണ്ട്, സമ്മ് കാണാനുള്ള ഇക്വേഷൻ Sn ഈക്വൽ ടു xn ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എന്താണ് xn പ്ലസ് x1. അപ്പൊ ആ കിട്ടിയ ഉത്തരത്തിൽ ആ xn ഉണ്ടല്ലോ, ഇവിടെ 25, 25ാമത്തെ ടേം എത്രയാണെന്നാണ് xn ഡിനോട്ട് ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുക, നമ്മൾ കണ്ടെത്തിയ ആൾജിബ്രായിക് ഫോം ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ ആ ടേം ഉണ്ടല്ലോ, ആ പദം അതിനിവിടെ വെച്ചു കൊടുക്കുക. എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെയ്ത് നോക്കുക. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഈ സീക്വൻസ് ആദ്യ ക്വസ്റ്റ്യനിലെ 25 പദങ്ങളുടെ തുക കാണുക എന്നുള്ള 35ാമത്തെ പേജിലെ 1ാമത്തെ ക്വസ്റ്റ്യനിലെ 5ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണിത്. 1 6 11. ഇതിലെ 25 പദങ്ങളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമുക്ക് വേണ്ടത് 25ാമത്തെ ടേം അറിയണം അല്ലെ. x25 എത്ര എന്ന് നമ്മൾ കാണണം. അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, xn കാണാം, ആൽജിബ്രായിക് ഫോം കാണാം, സീക്വൻസിന്റെ ആൽജിബ്രായിക് ഫോം കാണാൻ കോമൺ ഡിഫറൻസ് നോക്കുക. 6 - 1 എത്രയാണ്, 5. അതിന്റെ കൂടെ n ഇട്ട് കൊടുക്കുക. കോമൺ ഡിഫറൻസിന്റെ കൂടെ 5 n ഇട്ട് കൊടുക്കുക. ഇനി 5ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ഫസ്റ്റ് ടേം 1ാം പദമായ 1 കിട്ടുക. 5ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 1 കിട്ടുക, 5ൽ നിന്നും 4നെ മൈനസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുക, 5n മൈനസ് 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആൽജിബ്രായിക് ഫോം കിട്ടി. ഇനി എന്ത് കിട്ടും, 25ാമത്തെ ടേം കിട്ടും. അതിനെന്ത് ചെയ്യാം, x25 ഈക്വൽ ടു 5 ഇൻറ്റു 25 മൈനസ് 4 ചെയ്താൽ മതി. 5 25 എത്ര വരിക, 4 25 100 ആണ്. 5 25 125 മൈനസ് 4 എത്ര വരിക, 121 ആയിരിക്കും. എന്ത്, x25 121 ആണെങ്കിൽ അതിനെ നമുക്ക് ഇവിടെയാണ് കൊണ്ടുപോയി വെച്ചു കൊടുക്കേണ്ടത്. xnന്റെ സ്ഥാനത്ത് നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിയ 121 ഇവിടെ വെച്ചു കൊടുക്കുക. അപ്പൊ നോക്കാം, സമ്മ് കാണാം. xn എന്ന് പറഞ്ഞാല് 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു xnന്റെ സ്ഥാനത്ത് 121 പ്ലസ് x1 നമുക്കറിയാം 1 ആണ്. ഇനി 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 121ന്റെ കൂടെ 1 കൂട്ടിയ 122 കിട്ടി. ഇനി എന്ത് ചെയ്യാ,
2നെ കൊണ്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്താൽ 12 6 പ്രാവശ്യം 2ൽ 1 പ്രാവശ്യം. ഈ 25 × 61 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ സീക്വൻസിൽ ഇതേ 25 പദങ്ങളുടെ തുക കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം? 61 × 25 ആണ് 5, 5 30, പിന്നെ 2 1s are 2, 2 6 are 12. അപ്പൊ ഇത് കൂട്ടിയാലോ? 5 2 5 1. അപ്പൊ 25 പദങ്ങളുടെ തുക ഈ സീക്വൻസിലെ 25 പദങ്ങളെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന തുക 1525 ആയിരിക്കും. ഇതേപോലെ ഈ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇനി എക്സാമിന് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരിക. ഇതിൽ നിന്നും എക്സാമിന് വരാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് സം ഓഫ് ഓഡ് നമ്പേഴ്സ്, സം ഓഫ് ഈവൻ നമ്പേഴ്സ്. അതേപോലെ നമ്മൾ 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് അത് നമ്മൾ n/2 xn പ്ലസ് x1 ഉപയോഗിച്ച് നമുക്ക് ചെയ്തപ്പോ ആൻസർ നമുക്ക് കിട്ടി 5050 ആണ് അല്ലെ. ഈ 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ 50 എണ്ണം ഒറ്റസംഖ്യകളും ആവും, 50 എണ്ണം ഇരട്ട സംഖ്യകളും ഉണ്ടാവും. അപ്പോ നമുക്ക് എന്ത് കിട്ടി? പദങ്ങളുടെ എണ്ണം കിട്ടിയില്ലേ. ഇനി ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ മറക്കരുത്. എല്ലാ നോട്ടിലും മലയാളത്തിൽ തന്നെ എഴുതിയിട്ട് ബോക്സ് ഇട്ട് വെച്ചോളാം. ഇരട്ട സംഖ്യകളുടെ സമ്മ കാണാമെങ്കിൽ നമുക്ക് n × n+1 ചെയ്താൽ മതി. അപ്പൊ 1 മുതൽ 100 വരെയുള്ള സീക്വൻസിലെ 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസിലെ ആകെ ഇരട്ട സംഖ്യകളുടെ ഈവൻ നമ്പേഴ്സിന്റെ സം കാണാൻ Sn = n × n+1 ചെയ്താൽ മതി. ഇവിടെ n നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 50 × 50 + 1 51. ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 5 കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്താൽ 5, 5 കൊണ്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്താൽ 25, പിന്നെ 0 കൂടി നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്താൽ 2550 ആണ്. അടുത്തത് അപ്പൊ ആകെ എത്രയാണ്? ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടേണ്ടത് 5050 ആണ്. എങ്കിൽ അതിലുള്ള ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്, സീക്വൻസിന്റെ സം എന്ന് പറയുന്നത് 2550 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് കൂടി നമ്മളോട് കാണാൻ സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അത് കാണാൻ ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ n² ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിലെ ആകെ ഒറ്റ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 50 ആയിരിക്കും. അപ്പൊ n ഇവിടെ 50 ആണെങ്കിൽ 50² എന്ന് പറഞ്ഞാൽ എത്ര വരും? 2500 ആയിരിക്കും. എന്ത്? ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 5050 കിട്ടുകയും വേണം. നോക്കിക്കോ, 2550ന്റെ കൂടെ ഒറ്റ സംഖ്യകളുടെ തുകകളുടെ ശ്രേണി തുക 2500 കൂട്ടിയാൽ നമുക്ക് ഉത്തരമായിട്ട് 5050 തന്നെ കിട്ടും. അപ്പൊ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ എടുത്താൽ അതിലുള്ള ആകെ ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് 2550 ആണെങ്കിൽ അതിലുള്ള ആകെ ദ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഇൻ ദി സീക്വൻസ് ഈസ് 2500 ആയിരിക്കും. ഇത് 2019 പാലക്കാട് വിജയശ്രീയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. 5 9 13 ഈ സീക്വൻസിൽ 2018 ഒരു ടേം ആണോ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പൊ ഒരു ടേം തന്നിട്ട് അത് ആ സീക്വൻസിലെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 4 ആണ് ഇതിലെ കോമൺ ഡിഫറൻസ്. ആ 4 കൊണ്ട് 5നെയോ 9നെയോ 13നെയോ ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 1 1 1 ഒരേ ശിഷ്ടമായിരിക്കും, ഒരേ റിമൈൻഡർ ആയിരിക്കും. 2018 ഈ സീക്വൻസിലെ ഒരു ടേം ആണെങ്കിൽ നമുക്ക് 1 ആണ് റിമൈൻഡർ വരുന്നത്. പക്ഷെ ഇവിടെ നോക്കിയേക്കൂ 2 ആണ് റിമൈൻഡർ വരുന്നത്. നമുക്ക് എന്ത് പറയാം? On dividing 2018 with 4,
The remainder is 2. So 2018 is not a term of this sequence. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഇത് കണ്ടാ പറയാം, this sequence is the sequence of odd numbers. Since 2018 is an even number, this term will not occur in this sequence. അങ്ങനെ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് അതിന്റെ താഴെ ഇത്രയെങ്കിലും എഴുതി കൊടുക്കുക. On dividing 2018 with 4, the remainder we got will be 2. So 2018 is not a term of the sequence. കാര്യം മനസ്സിലായ നിങ്ങൾക്ക് അവിടെ മാർക്ക് വീഴും. ഇതിൽ നമുക്ക് രണ്ടാമത്തെ അല്ലെങ്കിൽ അടുത്ത ചോദ്യം, if the sum of first 4 terms of an arithmetic sequence is 100, then find the midterm. B question, find the sum of first and fifth term. ഒരു അരിത്തമാറ്റിക് സീക്വൻസ്, അതിലെ 5 പദങ്ങളുടെ തുക 100 ആണ് എങ്കിൽ മധ്യപദം കാണുക. അതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് ടേം. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. മിഡ് ടേം കാണാനുള്ള ഇക്വേഷൻ, മിഡ് ടേം ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഈ ഇക്വേഷൻ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം. മൈൻഡിൽ ഉണ്ടാവാനുള്ള എളുപ്പ വഴി എന്താണ്, ചുവന്ന മഷി കൊണ്ട് ഇക്വേഷൻ എഴുതിയിട്ട് അത് പെൻസിലോണ്ട് ബോർഡർ വെച്ച് ബോർഡർ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ എക്സാമിന്റെ ടൈം ആയതുകൊണ്ട് A4 ഷീറ്റില് ഭംഗിയായി എഴുതി പെട്ടെന്ന് കാണുന്ന രീതിയിൽ വെക്കുക. കാരണം ഈ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് നമ്പർ ഓഫ് ടേംസ് കാണാം. മിഡ് ടേമും സമ്മും അറിയാമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേംസ് കാണാം. നമ്പർ ഓഫ് ടേംസും മിഡ് ടേമും അറിയാമെന്നുണ്ടെങ്കിൽ സമ്മ് കാണാം. ഇങ്ങനെ പല അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് സമ്മ് തന്നിട്ടുണ്ട്. പദങ്ങളുടെ തുക 100 ആണ്, പദങ്ങളുടെ എണ്ണം 5 ആണ്. ഇനി എന്ത് ചെയ്താൽ മതി, മിഡ് ടേം കണ്ടാൽ മതി. തുക 100 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് 5 പദങ്ങളുടെ തുകയാണ് 100. അപ്പം മിഡ് ടേം സമം എത്ര വരും, മധ്യപദം എന്ന് പറയുന്നത് 100 ഡിവൈഡ് ബൈ 5. അതാണ് മിഡ് ടേം ഓഫ് ദിസ് സീക്വൻസ്. ഇനി ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് ടേം. നോക്കിയപ്പോ 5 പദങ്ങളുള്ള ഒരു സീക്വൻസിലെ മധ്യപദം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് സീക്വൻസ് ഉണ്ടാക്കാൻ. എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇഷ്ടമുള്ള ഒരു വില കോമൺ ഡിഫറൻസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഈ സീക്വൻസ് ഉണ്ടാക്കാം. എന്ത് മാത്രമേ നോട്ട് ചെയ്യേണ്ടതുള്ളൂ എന്നറിയോ, ഇവിടെ 20 കിട്ടി. ഇനി ഈ ബാക്കിയുള്ള 4 ടേമും 20ന്റെ കൂടെ കൂട്ടിയാൽ നമുക്ക് 100 എന്ന് ഉത്തരം കിട്ടണം. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നത്, ഈ ടേം നമ്മൾ എടുക്കുന്നത് 21 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 21ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 40 കിട്ടുക എന്ന് നോക്കണം. കാരണം ഈ 2 തുകയും കൂടി കൂട്ടിയാൽ 40, പിന്നെ ഈ 2 കൂടി കൂട്ടിയാൽ 40, അപ്പൊ 80 ആയില്ലേ. പിന്നെ ഈ 20 കൂടി കൂട്ടിയാലാണ് 100 എന്ന് ഉത്തരം വരിക. അപ്പൊ ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ 21 എഴുതിയാല് ഇവിടെ നമ്മൾ എഴുതേണ്ടത് 19 ആണ്. 2 കൂടി കൂട്ടിയാൽ നമുക്ക് 40 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്ത സീക്വൻസ് എത്ര വരും, ഇവിടെ 20 പിന്നെ 21, ഇവിടെ നമ്മൾ 22 എന്ന് എഴുതിയ, ഇവിടെ നമ്മൾ 18 എന്ന് എഴുതി കൊടുത്താൽ മതി. സീക്വൻസ് ആയില്ലേ. ഓക്കെ, 18ഉം 22ഉം കൂട്ടിയാൽ 40, 19 21 കൂട്ടിയാൽ 40, അതിന്റെ പകുതിയാണ് 20. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ഈ 2 ടേമുകളും കൂടി കൂട്ടിയാൽ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും മിഡ് ടേം വരിക. ഇവിടെ 20, അപ്പൊ തന്നെ നമുക്കറിയാം പുറത്ത് വരേണ്ട സംഖ്യ എത്രയായിരിക്കും, 40 ആയിരിക്കും വരേണ്ടത്. കാരണം 20നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും, അതാണ് അപ്പുറപ്പുറം വരേണ്ട സംഖ്യകൾ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഭാഗം ഒന്നും കൂടി നിങ്ങൾ കണ്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഉറപ്പിക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് കിട്ടുന്ന മാർക്ക് 2നും ഓരോ മാർക്ക്, അങ്ങനെ 2 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാം. അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും, എന്താണാവോന്ന്. സിമ്പിൾ ആണ്. The 13th term of an arithmetic sequence is 54 more than the 4th term. ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ 13ാം പദം എന്ന് പറയുന്നത് 4ാം പദത്തിന്റെക്കാളും 54 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ കോമൺ ഡിഫറൻസ്? നമുക്കൊരു കാര്യം ചെയ്യാം. ഫോർത്ത് ടേം എന്ന് പറയുന്നത് എക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ 13th ടേം എത്ര ആയിരിക്കും? ഈ 4th ടേമിന്റെ കൂടെ 54 കൂട്ടിയതായിരിക്കും. നമുക്ക് 2 ടേമുകൾ കിട്ടിക്കഴിഞ്ഞു. 2 ടേമുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസിൽ നിന്നും
ഈ ടേമുകളുടെ പൊസിഷൻ, ഈ ടേമുകളുടെ അതായത് പദവ്യത്യാസത്തിൽ നിന്നും സ്ഥാന വ്യത്യാസത്തെ ഹരിച്ചാൽ മതി, നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. നോക്കാം എന്താണ് കോമൺ ഡിഫറൻസ് വരിക. എക്സ് പ്ലസ് 54 വലിയ പദത്തിൽ നിന്ന് ചെറിയ പദം, അതായത് 13th ടേം മൈനസ് 4th ടേം ആണിത്. ഡിവൈഡഡ് ബൈ പൊസിഷൻ നോക്കുക 13 മൈനസ് 4. അപ്പൊ നമുക്ക് ചെയ്താൽ എന്ത് വരും? ഈ പ്ലസ് എക്സും മൈനസ് എക്സും വെട്ടിപ്പോവും. ബാക്കി എന്താണത്? കോമൺ ഡിഫറൻസ് കാണാൻ നോക്കിയേക്കൂ. 54 ഡിവൈഡഡ് ബൈ 9. ഇപ്പൊ എത്ര ഉത്തരം വരിക? 9 6 are 54. കോമൺ ഡിഫറൻസ് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേക്കൂ. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 29 ആൻഡ് 28th ടേം. അതായത് 29ാമത്തെ പദവും അതേപോലെ 20ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സബ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ആദ്യത്തെ ഉത്തരവുമായി റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഉപചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ലോജിക്ക് നമുക്ക് ഉണ്ടോന്നും കൂടിയാണ് ഇതിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 29 ആൻഡ് 28th ടേം. ടേം ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സീക്വൻസില് ടേം ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഏതാണ്? 29ഉം 20ാമത്തെ പദവും തമ്മിലുള്ള ടേം ഡിഫറൻസ് അല്ലെങ്കിൽ സ്ഥാന വ്യത്യാസം. ഏതാണ്? സ്ഥാനമല്ല, പദവ്യത്യാസം എത്രയൊക്കെ തന്നിട്ടുണ്ട്? 29 മൈനസ് 20 എന്ന് പറഞ്ഞാല് 9 ടേമുകളെ വ്യത്യാസമാണ് ഇവ തമ്മിലുള്ളത്. ഇതന്നെയല്ലേ നേരത്തെ ചോദ്യത്തിലുള്ളതും. ഈ പിന്നെ 13ാമത്തെ ടേമും 4ാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം 9 തന്നെയാണ്. അപ്പൊ ആ 13ാമത്തെ പദവും 4ാം പദവും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു 54 എങ്കിൽ ഇവിടെയും എത്ര തന്നെയാണ് വരേണ്ടത്? പദവ്യത്യാസം 54 ആണ് വരേണ്ടത്. നോക്കാം, നമുക്ക് അതിനാണ് കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ഇല്ലേ? പൊസിഷൻ ഡിഫറൻസ്, സ്ഥാന വ്യത്യാസം ഡിവൈഡഡ് ബൈ പദവ്യത്യാസം, ടേം ഡിഫറൻസ്. ഇതിൽ നിന്നും ഇനി നമ്മൾ കാണേണ്ടത് പൊസിഷൻ ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത്. അതായത് എന്താണ്? 29ാമത്തെ സ്ഥാനത്തുള്ള പദവും 20ാമത്തെ സ്ഥാനത്തുള്ള പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര? 20ാമത്തെ സ്ഥാനവും 29ാമത്തെ സ്ഥാനവും തമ്മിലുള്ള ഈ സ്ഥാന വ്യത്യാസം എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ ആ സ്ഥാനങ്ങളിലുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നാണ് ചോദ്യം. ഇതിൽ തന്നെ എ ക്വസ്റ്റ്യനും തന്നെയായിരുന്നു എന്താ? 13ാമത്തെ സ്ഥാനത്തുള്ള പദം അതേപോലെ 4ാമത്തെ സ്ഥാനത്തുള്ള പദവും തമ്മിലുള്ള വ്യത്യാസം 54 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് കോമൺ ഡിഫറൻസ് കണ്ടു. ഇനി ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കാണാണ്. നമുക്ക് എന്താ കാണേണ്ടത്? ഈ 29ാമത്തെ പദവും 29ാമത്തെ സ്ഥാനത്തുള്ള പദവും 20ാമത്തെ സ്ഥാനത്തുള്ള പദവും തമ്മിലുള്ള പദ വ്യത്യാസം എത്രയെന്ന് വെച്ചാൽ 54ആണത്. അതെങ്ങനെ വന്നത് നോക്കാം. പൊതുവ്യത്യാസം പൊസിഷൻ ഡിഫറൻസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ഇൻറ്റു ടേം ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് 6, ഇവ തമ്മിലുള്ള ടേം ഡിഫറൻസ് 9 ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ എത്രയാ വന്നത്? 6 9s are 54, 54 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടിയില്ലേ? 54 ഇതാണ്. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. nth ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 7n minus 1. അതായത് ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ അൽജിബ്രൈക് ഫോം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് 7n minus 1. എന്നിട്ട് 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം കോമൺ ഡിഫറൻസ് കാണാൻ, രണ്ടാമത്തെ ചോദ്യം ഫസ്റ്റ് ടേം കാണാൻ, മൂന്നാമത്തെ ചോദ്യം 10th ടേം കാണാം. വളരെ ഈസിയാണ്. ഇതില് പിന്നെ 3 മാർക്കാണ് 3 ചോദ്യങ്ങൾക്കുള്ളത്. ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. അൽജിബ്രൈക് ഫോം തന്നിട്ട് കോമൺ ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 7. ഈ എന്നിന് മാറ്റി നിർത്തിയ ഇതാണ് കോമൺ ഡിഫറൻസ് വരിക. ഫസ്റ്റ് ടേം കാണാന് ഈ കോമൺ ഡിഫറൻസിന്റെ കൂടെ ഈ പദത്തെ നമ്മൾ കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഫസ്റ്റ് ടേം ഈക്വൽ ടു 7 minus 1 6 ഫസ്റ്റ് ടേം. കാൽക്കുലേറ്റ് ദ 10th ടേം. 10th ടേം കാണാൻ എന്ത് ചെയ്യുക? ഇക്വേഷൻ
x10 ഈക്വൽ ടു 7n-1. n സ്ഥാനത്ത് 7 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 1. എത്ര വരിക? 7 10s are 70. 7 ഇൻറ്റു 10 70. 70 മൈനസ് 1 69 ആണ് x10. ഓക്കെ, എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് 3 മാർക്ക് വായിക്കാം. ഇനി അടുത്ത ചോദ്യം, find the sum of consecutive natural numbers. Find the sum of consecutive natural numbers 1 to 30. 1 to 30. 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. Find the sum of consecutive natural numbers 1 to 30. അതായത് 1 മുതൽ 30 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണൽ സംഖ്യകളുടെ തുക കാണണം. ബി ക്വസ്റ്റ്യൻ, calculate the sum of first 30 terms of the arithmetic sequence 5, 10, 15. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് 1 to 30 ഇതിന്റെ സമ്മാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മള് ഇതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണുവാനുള്ള ഇക്വേഷൻ Sn equal to n by 2 into xn plus x1. ഇവിടെ ഓരോന്നും നോക്കാം. n എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണം. ആകെ എത്ര പദങ്ങളുടെ തുകയാണ് കാണാൻ പറഞ്ഞത്? 30. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? n equal to 30 എന്ന് പറയാം. xn എത്രയാണ്? ലാസ്റ്റ് ടേം 30 തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് xn equal to 30 എന്ന് പറയാം. ഇനി x1 x1 equal to 1. ഇനി കണ്ടൂടെ? അപ്പൊ ആകെ 30 പദങ്ങളെ ഇൻറ്റു 30ാമത്തെ പദം 30 തന്നെയാണ് പ്ലസ് 1. എത്ര വരിക? 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 31. ഇതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 15 എന്ന് കിട്ടും. അപ്പോ 15 31നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 5 1s are 5, 5 3s are 15, 1 1s are 1, 1 3s are 3. കൂട്ടിയാല് 5 6 4. അപ്പൊ ഇവിടെ എത്ര വരിക? 465 ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. അതായത് 30 1 പ്ലസ് 2 പ്ലസ് 3 അങ്ങനെ ആവർത്തിച്ച് 30 വരെ ഉള്ള സംഖ്യകളെ എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉത്തരം വരിക 465 ആയിരിക്കും. ഇനി ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ നോക്കുക. മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എ ക്വസ്റ്റ്യനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളതായിരിക്കും ബി ക്വസ്റ്റ്യൻ. നമ്മളോടുള്ള ചോദ്യം നോക്കുക. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 ടേംസ് ഓഫ് ദ arithmetic sequence 5, 10, 15. 5, 10, 15 ഇങ്ങനെ തുടരുന്ന ശ്രേണിയിലെ 30 പദങ്ങളുടെ സമ്മ നമ്മൾ കാണണം. നമ്മൾ ഇതിനു മുമ്പ് എന്താ കണ്ടത്? 1 2 3 ഇങ്ങനെ തുടങ്ങുന്ന സീക്വൻസിലെ 1 പ്ലസ് 2 പ്ലസ് 3 ഇങ്ങനെ തുടങ്ങി 30 വരെയുള്ള സീക്വൻസിന്റെ തുക നമുക്ക് കിട്ടി. അത് എത്രയായിരുന്നു? 465 ആയിരുന്നു ആ സീക്വൻസിന്റെ തുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 2 3 4 അങ്ങനെ 30. ഇതിന് പകരം ഇങ്ങനെയുള്ള 5 ടേമുകൾ ചേർന്നതല്ലേ 5 10 15 എന്ന് പറയുമ്പോ വരിക. അതായത് നമ്മളിവിടെ 5 ഇട്ടാല് 5 1s are 5, 5 2s are 10, 5 3s are 15. അങ്ങനെയല്ലേ ഈ സീക്വൻസ് പോകുന്നത്? I1 5, I2 10, 5 × 3 15. ഇതല്ലേ ഈ സീക്വൻസ് പോകുന്നത്. അപ്പൊ ഇതിന്റെ മാത്രം തുക 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് ഇങ്ങനെ പോയിട്ട് 30 എണ്ണത്തിന്റെ സമ്മ് നമുക്ക് തുക 465 നമുക്കറിയാം അല്ലേ? അപ്പൊ ഈ 5 10 15 എന്ന് പറയുന്ന ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഈ 5 കൊണ്ട് ഇതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ ഗുണിച്ചാൽ നമുക്ക് ഈ സീക്വൻസ് കിട്ടും. 1 2 3 തുടങ്ങിയ നാച്ചുറൽ നമ്പേഴ്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 5 10 15 തുടങ്ങുന്ന സീക്വൻസ് കിട്ടും. എങ്കിൽ
ഇതിന്റെ തുക 465 ആണെങ്കിൽ ഈ സീക്വൻസിന്റെ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 × 465 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വളരെ ഈസിയായി ഈ ബി ക്വസ്റ്റ്യന്റെ ഉത്തരം കിട്ടും. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചതൊന്ന് കണ്ടു നോക്കൂ. അപ്പൊ അത് എത്ര വരിക? ഇത് ചെയ്തിട്ട് നമുക്ക് ഇത്ര ചെയ്താലും മതി. പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഈ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഈ സീക്വൻസ് ഒന്നാമത്തെ സീക്വൻസ് ആയിരുന്നു 1, 2, 3 തുടങ്ങിയിട്ട് 30 വരെ. അതിന്റെ സം 465 എന്ന് കണ്ടു. അപ്പൊ ഈ സീക്വൻസും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 5 കൊണ്ട് ഈ ഒന്നാമത്തെ സീക്വൻസിനെ ഗുണിച്ചാല് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 5 1s are 5, 5 2s are 10, 5 3s are 15 ഇങ്ങനെ പോകണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മൾട്ടിപ്പിളിനെ ഇതിന്റെ തുകയെ 5 കൊണ്ട് ഗുണിച്ചാല് ഈ രണ്ടാമത്തെ സീക്വൻസിന്റെ തുക നമുക്ക് കിട്ടും. വളരെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ നോക്കിയപ്പോ 17/7, 31/7, 45/7 ഇങ്ങനെ ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ട് അതിൽ ഒരു ക്വസ്റ്റ്യൻ റൈറ്റ് ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ നമ്മൾ എഴുതണം. ഇതിന്റെ ബീജഗണിത രൂപം നമ്മൾ എഴുതണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈസ് ദർ എനി കൗണ്ടിംഗ് നമ്പർ ഇൻ ദിസ് സീക്വൻസ്. ഈ സീക്വൻസിൽ കുറച്ചാൽ തുടർന്നു പോയ ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ ഉണ്ടാകുമോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ ഉത്തരത്തെ നിങ്ങൾ ന്യായീകരിക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദി സീക്വൻസ് എഴുതാൻ നമുക്ക് എന്തൊക്കെ അറിഞ്ഞാൽ മതി? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാം. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതൊരു ഫ്രാക്ഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് അറിയണം. കോമൺ ഡിഫറൻസ് അറിയാൻ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം താഴെ ഇതൊരു ഭിന്നസംഖ്യയാണ്, ഫ്രാക്ഷൻ ആണ്. ഡിനോമിനേറ്ററിലെ സംഖ്യ സെയിം ആയതുകൊണ്ട് നമുക്ക് ആ സംഖ്യ അങ്ങനെ തന്നെ എടുത്തിട്ട് 31 നിന്നും 11 മൈനസ് ചെയ്യാം. 17 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്ര ആയിരിക്കും? 31 മൈനസ് 17 ചെയ്തിട്ടുണ്ടെങ്കിൽ 4, 2 1 പോയാൽ 1 14 ആയിരിക്കും. അപ്പൊ നമുക്ക് ഉത്തരം ഇവിടെ എത്ര വരിക? 14 ഡിവൈഡഡ് ബൈ 7 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഉത്തരം എത്ര വരിക? 2 എന്നാ വരിക. നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 എന്ന് വരും. ഇപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ 7. ഇനി ഇതിന്റെ ആൾജിബ്രായിക് ഫോം എഴുതാൻ കോമൺ ഡിഫറൻസിന്റെ കൂടെ n കൂട്ടുക. ഓക്കെ, 14/7. ഇനി കോമൺ ഡിഫറൻസിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ഫസ്റ്റ് ടേം കിട്ടുക എന്ന് നോക്കിയാൽ 14ന്റെ കൂടെ 3 കൂട്ടിയാൽ മതി. 3 ഡിവൈഡഡ് ബൈ 7. 14 3 17. അപ്പൊ 17/7 ആണ് ഫസ്റ്റ് ടേം ഇവിടെ വന്നിട്ടുള്ളത്. ആൾജിബ്രായിക് എക്സ്പ്രഷൻ വേഗത്തിൽ കണ്ടൂടെ? അപ്പൊ ഇങ്ങനെയാണ്. എന്താ ചെയ്തത് ഒന്നും കൂടി പറയാം. എന്താ ചെയ്തത്? നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടു. അതിന് 31/17 മൈനസ് 17/7. ഛേദത്തിലുള്ള സംഖ്യകൾ ഒരേപോലെ ആയതുകൊണ്ട് ആ 7 നമ്മൾ അങ്ങനെ എടുത്ത് ഇവിടെ വെച്ചു. 31 മൈനസ് 17 ചെയ്തപ്പോ 14/7 കിട്ടി. ഇതാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിന്റെ കൂടെ n ചേർത്ത് കൊടുത്താൽ ആൾജിബ്രായിക് ഫോമിന്റെ ഫസ്റ്റ് ഭാഗമായി. പിന്നെ ഈ കോമൺ ഡിഫറൻസിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 17 കിട്ടുക? അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. 14ന്റെ കൂടെ 3 ചേർത്തു. 3/7 ചേർത്താൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദിസ് സീക്വൻസ് നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ കൂടെ രണ്ടാമത്തെ ചോദ്യം കൂടി നോക്കിയോക്കൂ. ഈസ് ദർ എനി കൗണ്ടിംഗ് നമ്പർ ഇൻ ദിസ് സീക്വൻസ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഈ സീക്വൻസ് ഇങ്ങനെ തുടർന്നാൽ ഏതെങ്കിലും ഒരു കൗണ്ടിംഗ് നമ്പർ ഇതിന്റെ കൂടെ ഉണ്ടാകുമോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് ഈ 14/7 എന്നുള്ളതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചെറുതാക്കാം. 14/7 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നോക്കിയപ്പോ 2n + 3/7 ചെയ്താല് നമ്മൾ ഈ n പകരം ഏത് വില കൊടുത്താലും ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉള്ളത് കൊണ്ട് ഈ സീക്വൻസിൽ ഒരിക്കലും ഒരു നാച്ചുറൽ നമ്പർ, ഒരു പൂർണ്ണസംഖ്യ വരില്ല. ഈ കാരണം ഈ n നമ്മൾ
n equal to 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ x1 equal to 2 into 1 plus 3/7. 2 ones are 2. ഇനി എന്താ ചെയ്യാ? ഈ 2 plus 3/7 നമ്മൾ ചെയ്യാം. 2നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 14 കിട്ടും. പ്ലസ് 3 എത്ര വരിക? 17/7. ഇനി x2 ചെയ്താലോ? 2 into 2 plus 3/7 ചെയ്താൽ നമുക്ക് കിട്ടുക 4 plus 3/7 ചെയ്താൽ 4 sevens are 28. 28 plus 3 എന്ന് പറഞ്ഞാൽ 31/7. ഇതിങ്ങനെ പോകും. അതായത് ഇതിന്റെ കൂടെ ഈ 2n കൂടെ ഒരു ഫ്രാക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ സീക്വൻസിൽ ഒരു നാച്ചുറൽ നമ്പർ കിട്ടില്ല. അതാണ് ഇതിന്റെ ആൻസർ. സിൻസ് there is a fraction in this algebraic form, there will not be a counting number, natural number in this sequence. ഒരു നമ്പർ പിരമിഡിന്റെ പ്രോബ്ലം കൂടി ചെയ്തിട്ട് തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതില് ഒന്നാമത്തെ ലൈനിൽ ഒരു നമ്പർ, രണ്ടാമത്തെ ലൈനില് 2 നമ്പർ, മൂന്നാമത്തെ ലൈനില് 3 നമ്പർ, നാലാമത്തെ ലൈനില് 4 നമ്പർ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദിസ് സീക്വൻസ്. വളരെ ഈസി അല്ലേ? അപ്പൊ എന്താണ്? 11, 12, 13, 14, 15. അടുത്തത് 16, 17, 18, 19, 20, 21. ഓരോ സീക്വൻസിലും 1 വീതം കൂട്ടിയാണ് പോണത്. അതുപോലെ ഓരോ ലൈനിലും ഒരു നമ്പർ അധികം ഉണ്ടാവും. അങ്ങനെ നോക്കിയാൽ നമുക്ക് 2 ലൈൻ കൂടി എഴുതാം. ഇനി ഈ 2 ലൈൻ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഇതിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് ഓഫ് ദ 10th ലൈൻ. ഇതില് 10ാമത്തെ ലൈനിലെ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും നമ്മൾ എഴുതി കൊടുക്കണം. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ നമ്പേഴ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് നോക്കിയേക്കൂ. ഇതില് ലാസ്റ്റ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് റോ നോക്കിയേക്കൂ. ലാസ്റ്റ് നമ്പർ ഓഫ് ഫസ്റ്റ് റോ എത്രയാ വന്നത്? ലാസ്റ്റ് നമ്പർ ഓഫ് ഫസ്റ്റ് റോ എത്രയാണ്? ലാസ്റ്റ് ആദ്യ നമ്പറും അവസാനത്തെ നമ്പറും ഒക്കെ 1 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമ്പർ ഓഫ് സെക്കൻഡ് റോ എത്രയാവുന്നത്? 3 ആണ്. അതെങ്ങനെ കിട്ടിയത്? 1 plus 2. 1 plus 2. അപ്പൊ എത്ര കിട്ടിയത്? 3. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമ്പർ ഓഫ് തേർഡ് റോ 6 ആണ്. അതെങ്ങനെ കിട്ടിയത്? ലാസ്റ്റ് നമ്പർ ഓഫ് തേർഡ് റോ, മൂന്നാമത്തെ വരിയിലെ അവസാന നമ്പർ 6. അതെങ്ങനെ കിട്ടിയത്? 1 plus 2 plus 3. അതാണ്. അങ്ങനെയാണ് നമുക്ക് 6 കിട്ടുന്നത്. 1 plus 2 3, 1 plus 2 3 plus 3. അതാണ് 6 എന്ന് കിട്ടിയത് ഈ നമ്പർ. അടുത്തതോ ഫോർത്ത് റോയും നോക്കിയേക്കാം. ഫോർത്ത് റോ ഈക്വൽ ടു എത്ര വരിക? 1 plus 2 plus 3 plus 4. അപ്പോഴാണ് നമുക്ക് നാലാമത്തെ റോയില് 10ാമത്തെ നമ്പർ കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ദ 9th റോ, 9ാമത്തെ നിരയിലെ ലാസ്റ്റ് നമ്പർ നോക്കാം. അതിന്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് 10ാം നിരയിലെ ഫസ്റ്റ് നമ്പർ കിട്ടും. അപ്പോ ലാസ്റ്റ് നമ്പർ ഓഫ് 9th റോ, ലാസ്റ്റ് നമ്പർ ഓഫ് 9th റോ എത്ര വരിക? 1 plus 2 plus 3 plus 4 plus 5 plus പോയി എന്ത് വരും? 6 plus 7 plus 9. ഇത്രയും ചെയ്താൽ നമുക്ക് 45 ആയിരിക്കും ഉത്തരം കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സമ്മ് കാണാൻ ആകെ നമുക്ക് ഈ ഇക്വേഷൻ മാർക്ക് ചെയ്ത SN ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ചെയ്താൽ മതി. അപ്പൊ എത്ര വരിക? ആകെ നമ്പറുകളുടെ എണ്ണം 9ാമത്തെ റോയിൽ 9 നമ്പറുകൾ ഉണ്ടാവും. എങ്ങനെ കിട്ടിയത്? 1ാമത്തെ നിരയിൽ 1 നമ്പർ, 2ാമത്തെ 2 നമ്പർ, 3ാമത്തേൽ 3, 4 4, 5ാമത്തെ നിരയിൽ 5 നമ്പർ, 6ാമത്തേല് 6 നമ്പർ ആണെങ്കിൽ 9ാമത്തെ 9 ആണ് ടേമുകളുടെ എണ്ണം. ഇൻറ്റു ഫസ്റ്റ് ടേം 1 പ്ലസ് 9ാമത്തെ റോയിലെ ലാസ്റ്റ് നമ്പർ എത്രയാണ്? 9ാമത്തെ റോയിലുള്ള
ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 9. ഇത് എത്ര വരിക? 9/2 ഇൻറ്റു 10. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5, 9 45. ഇങ്ങനെയാണ് നമുക്ക് ഈ ലാസ്റ്റ് റോയിലെ 9ാമത്തെ റോയിലെ അവസാന പദം 45 ആണെങ്കിൽ 10ാമത്തെ റോയിലെ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി 46. അപ്പൊ ഇനി 10ാമത്തെ നിരയിൽ എത്ര നമ്പറുകൾ ഉണ്ടാവും? 10 നമ്പറുകൾ ഉണ്ടാവില്ലേ? 1ാമത്തെ റോയിൽ 1 നമ്പർ, 2ാമത്തിൽ 2, 3ാമത്തിൽ 3, അങ്ങനെയാണെങ്കിൽ 10ാമത്തെ 10 നമ്പർ ഉണ്ടാവും. അപ്പൊ ഇവിടെ അവസാന ടേം എത്ര ആയിരിക്കും? ഇവിടെ ലാസ്റ്റ് ടേം 9ാമത്തെ റോയിൽ ലാസ്റ്റ് ടേം 45 ആണെങ്കിൽ ഇതിനേക്കാളും 10 എണ്ണം കൂടുതൽ ഉണ്ടാവും. അപ്പൊ ഇവിടെ ലാസ്റ്റ് റോയിലെ നമ്പർ എന്ന് പറയുന്നത് 55 ആയിരിക്കും. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ദ ഫസ്റ്റ് 10 ലൈൻസ്. ആദ്യത്തെ 10 ലൈനുകളുടെ തുക കാണണം, പദങ്ങളുടെ തുക കാണണം. അപ്പൊ നമ്മള് ഫസ്റ്റ് ടേം 1 ആണ്, ലാസ്റ്റ് ടേം 55 ആണ്. അങ്ങനെയാണെങ്കിൽ സം Sn = n/2 ഇൻറ്റു xn പ്ലസ് x1 ചെയ്താൽ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, 55 ടേമുകൾ ഉണ്ട്. അതിൽ 55ാമത്തെ ടേം 55 തന്നെയാണ്, പ്ലസ് 1. അപ്പൊ ചെയ്താൽ 55 ഡിവൈഡ് ബൈ 2, 55ന്റെ കൂടെ 1 കൂട്ടിയാൽ 56. നമുക്ക് വെട്ടിയാൽ എത്ര കിട്ടും? 28 ഇൻറ്റു 55. 28 ഇൻറ്റു 55 ചെയ്താൽ ഈ സീക്വൻസിലെ ആകെ ടേമുകളുടെ സം നമുക്ക് കിട്ടും. 8 5s are 40, റിമൈൻഡർ 4, അത് നമ്മൾ ഇവിടെ ചേർത്തു. ഇനി 2 5s are 10, റിമൈൻഡർ 1, 2 5s are 10, 0 4 5. 1540 ആണ് 10 ലൈനുകളെ ഉള്ള നമ്പറുകളുടെ തുക എന്ന് പറയുന്നത് 1540 ആണ്. ഇനിയും ഇതുപോലെ അരിത്മെറ്റിക് സീക്വൻസിൽ നിന്നുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് പേടിച്ചിട്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇനി നിങ്ങൾ ഇത് നോക്കിയിട്ട് കൂടുതൽ നല്ല നല്ല വീഡിയോസ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. എല്ലാം നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നല്ല മാർക്കോടെ നമുക്ക് SSLC വിജയിക്കാൻ കഴിയട്ടെ. നല്ലൊരു വിജയം എല്ലാവർക്കും ആശംസിക്കുകയാണ്.